അതിഗംഭീരമായിരിക്കുന്നു. കാരണം മലയാള സിനിമയിൽ ഗൗതം മേനോൻ ചേട്ടൻ ഇങ്ങനെ എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ത്രില്ലിംഗ് മോഡലാണ്. ത്രില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മളെ എന്താവും എന്നൊരു ആവേശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോ സീൻ കാണും തോറും വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇതാവും ഇങ്ങനെ ആവുന്നു. പക്ഷേ ക്ലൈമാക്സ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാരെ ക്യാരക്ടർ മമ്മൂട്ടി കമ്പനിയിൽ കിടിലായിട്ട് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല സിനിമയെ പറ്റി. കണ്ടു, അതേപോലെ പെർഫോമൻസ് ആസ്വദിച്ചില്ല, അതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല. ഗൗതം മേനോൻ സിനിമയിലേക്ക് മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗതം മേനോൻ സിനിമ എന്ന് പറഞ്ഞ് നമുക്കിപ്പം കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. GBM-ന് ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി വേറൊരു ജോണർ ട്രൈ ചെയ്തു. ദാറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ്. അത് കൊള്ളാം, രസമുണ്ട്. എങ്ങനെയുണ്ട് കോമഡീസും കാര്യങ്ങളും? കോമഡി വർക്ക് ആവുന്നുണ്ട്. അവരുടെ കോംബോയും നല്ല രസം. ഈ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ കൊള്ളാം. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്ന് തോന്നി. ബാക്കി അല്ലാതെ പണം ഓവറോൾ കൊള്ളാം. ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ലതാണ്. ഭാവിയിലാണെങ്കിൽ ഫ്രാഞ്ചൈസി ഒക്കെ ഇതുപോലൊരു തുടക്കം കുറിക്കാൻ നല്ലതാണ്. പടം കുഴപ്പമില്ല, വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇക്ക മാത്രമാണ് അടിപൊളിയായിട്ടുണ്ട്. ഇക്കടെ റോഡ് മാത്രം നൈസായിട്ട്. ഇവിടെ മാത്രം ചെയ്യാൻ മാത്രം വലിയ സംഭവമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ച് പ്രെഡിക്റ്റബിൾ ട്വിസ്റ്റാണ്. മെയിൻ ട്വിസ്റ്റിലേക്കുള്ള ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. പടത്തിന് വലിയ അങ്ങനെ എടുത്തു വരാനൊന്നും തോന്നിയില്ല. മമ്മൂട്ടി റോള് നന്നായിട്ട് ചെയ്തിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിരുന്നു. ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യും. മമ്മൂട്ടി മാത്രം രസമുണ്ട്. പുള്ളീനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പുള്ളിയുടെ രസമുണ്ട്. കഥ വലിയ സിമ്പിൾ സാധനം. അത് അത്ര ഇവിടെ വന്ന് എടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. മമ്മൂട്ടിയെ വന്ന് വേറെ എല്ലാവരും ചെയ്തത്. ആ ഒരു മാജിക് ഒന്നും പറഞ്ഞില്ല. തമിഴിലായിരുന്നെങ്കിൽ അല്പം കൂടെ കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. മലയാളം ആ തമിഴ് ലെവലിൽ പടം മലയാളത്തിൽ കൊണ്ടുവന്നേ ഉള്ളൂ. മമ്മൂക്ക ഒരു രക്ഷയില്ല. കിടിലൻ സ്ക്രീൻ പ്രസൻസും ആക്ടിംഗ് ഒക്കെ നോക്കണം. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം പടത്തിനെയാണ്. പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ഭയങ്കരമായ എക്സ്പീരിയൻസ് വന്നാൽ നിരാശയെ കിട്ടുള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ ഓക്കെയാണ്. ഒരു തമിഴ് പടങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് മലയാളത്തിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അല്ല പുതുമയോ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ടില്ല. എന്നിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയ പടമാണ്. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം പടത്തിനെയാണ്. വേറെ ലെവലാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് വേഷത്തിലാണ് മമ്മൂക്ക വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ നമ്മൾ പടത്തിൽ ഇന്നാവും. ബാക്കി കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലാണ്. അതുവരയ്ക്കും ഒരു ത്രസിപ്പിക്കുന്ന രീതിയിൽ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് ഇല്ല. കൊള്ളാം. ഒരു സെക്കൻഡ് ഹാഫ്, ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഒന്നുമില്ല. അല്ല, പുള്ളി ഡയറക്ടർ തന്നെ പറഞ്ഞില്ല ഈ പടം ക്ലിക്ക് ആവണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആവുന്നുണ്ടെങ്കിൽ. കാരണം ഡിറ്റക്റ്റീവ് എന്ന രീതിയിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ വന്നാലും കുഴപ്പമില്ല. വേറൊരു കേസായിട്ട് വരെ വരുന്നെങ്കിൽ കൊള്ളാം. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫിലിമാണ്. നമ്മള് മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി ഈ പടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും അധികം ഹൈപ്പൊന്നും ഇല്ലാണ്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മൂവിയാണ്. എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവിയാണ്. പിന്നെ വെറൈറ്റി ഒരു സബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് ആ ക്ലൈമാക്സിലൊക്കെ നമുക്ക് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല മൂവിയാണ്. നമ്മളിപ്പോൾ CB സീരീസിലൊക്കെ ഉള്ള ഇൻവെസ്റ്റിഗേഷനാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ പുതുമയായിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ നല്ല ഗംഭീര മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഇതിനേക്കാളും സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ.